ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പെട്ടെന്ന് വെക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്യാപ്സിക്കം മെഴുക്കുപുരട്ടിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ക്യാപ്സിക്കം വേണമല്ലോ. 3 ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് 2 സബോള, അതുപോലെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നീട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാൻ കുരുമുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 ടീസ്പൂണുണ്ട്. കുരുമുളക് പൊടിയൊക്കെ എല്ലാവരും അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം, സബോളയും ക്യാപ്സിക്കവും. ഇനി ക്യാപ്സിക്കം എങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം എടുക്കുക, എന്നിട്ട് അത് നടുക്കൂടെ മുറിക്കുക. കണ്ടോ, ഇതുപോലെ നടുക്കൂടെ മുറിക്കണം. എന്നിട്ട് അതിനുള്ളിലെ സീഡുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മാറ്റി വയ്ക്കണം. ഇതാ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവിടുന്ന് പിടിച്ചും അത് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്നും തിരിച്ചിങ്ങോട്ട് പിടിച്ചാലും അത് വരും. അത് ആ സീഡുള്ള ഭാഗം മാറ്റി വയ്ക്കുക, കളയണ്ട. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം അതിനുള്ളിൽ കിടക്കുന്ന സീഡുകളെല്ലാം തട്ടിക്കളയണം. ചിലപ്പോൾ അതിൻ്റെ സീഡ് ഇരുന്നാൽ നമുക്ക് എരിയും, അതുകൊണ്ട് എരിവുണ്ടാകും. അതുകൊണ്ട് അത് മാറ്റിക്കളയുക. അതിന് ശേഷം അത് ഇങ്ങനെ മുറിക്കുക. നമുക്കിത് ക്യൂബ്സ് പോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. നമ്മൾ കണ്ടിട്ടില്ലേ ചില്ലി ചിക്കനകത്തൊക്കെ കിടക്കുന്ന ആ രീതിയിലാണ് നമ്മൾ മുറിക്കുന്നത്. ഞാൻ സാധാരണ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് മുറിച്ചെടുക്കാറുള്ളത്. ഇതിപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന സീഡിൻ്റെ ഭാഗമുണ്ടല്ലോ, അതെടുത്തിട്ട് സീഡ് കളയുക. ഇങ്ങനെ കൈ വെച്ച് തന്നെ കളയണമെന്നില്ല, കത്തി വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകൾ വശം ഒന്ന് ചെത്തി കൊടുത്താൽ മതി, അതങ്ങ് പൊയ്ക്കോളൂ. എന്നിട്ട് അതും നമ്മൾക്ക് ഈ മെഴുക്ക് പുരട്ടിക്കകത്ത് യൂസ് ചെയ്യാം. ക്യാപ്സിക്കത്തിന് എന്തുമാത്രം ഹെൽത്ത് ബെനിഫിറ്റ്സാണ് ഉള്ളതെന്നറിയാവോ? ഞാൻ ഒരു വീഡിയോ ക്യാപ്സിക്കത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ടില്ല എന്നുള്ളവർക്ക് കാണണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ക്യാപ്സിക്കം മുഴുവനും അരിഞ്ഞെടുക്കണം. അതിനുശേഷം സബോള അരിയേണ്ടത് ഇതേപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ വലിയ ചതുര കഷ്ണങ്ങളായിട്ട് വേണം സബോളയും അരിഞ്ഞെടുക്കാൻ. സാധാരണ ഞാൻ ചീനിച്ചട്ടി വെച്ച് ഇങ്ങനെ ഓരോന്നും സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വേഗം ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ളിൽ തന്നെ പെട്ടെന്നായി കിട്ടും. ഇപ്പം വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് അരിഞ്ഞ് കാണിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും ചീനിച്ചട്ടി വയ്ക്കും. ചീനിച്ചട്ടി വെച്ചിട്ട് സബോള കഴുകിയെടുത്ത് അരിയും, ഇതുപോലെ അരിഞ്ഞു വയ്ക്കും. അതിനുശേഷം അത് വേകുന്ന സമയത്ത് ക്യാപ്സിക്കം അരിയും. എന്നിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, വേഗം ഇത് ആയി കിട്ടുകയും ചെയ്യും. ഇതിപ്പം വീഡിയോ എടുത്ത് കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിലേ വരാൻ പാടില്ല. ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്, അത്ര ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കണം.
നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചതുര ചതുര കഷ്ണങ്ങളായ സബോള ഇട്ട് കൊടുക്കുക. ഇനി ഒരു കുറച്ച് സമയം ഇത് കിടന്നൊന്ന് വാടണം. ഒരുപാടങ്ങ് ഫ്രൈ പോലെ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത്ര ഉപ്പ് ഇട്ട് ആദ്യം ഇടുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ഇടാം. ഇനി അതൊന്ന് നന്നായി വാടി വരട്ടെ. ഇതാ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി കിടന്നൊന്ന് അതിനകത്ത് കിടന്ന് മൂക്കണം. ഇതാ ഇപ്പം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് അരിഞ്ഞതെന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഇങ്ങനെ ചതുരമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇത് നമ്മൾ ആ മുളകിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഭാഗമാണ്, കണ്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചേർത്തിരുന്ന ഉപ്പ് സബോളയൊന്ന് വാടാൻ പാകത്തിനുള്ള ഉപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്സിക്കത്തിന് കുറച്ചേറെ ഉപ്പ് വേണ്ടി വരും കേട്ടോ. എത്ര ഉപ്പിട്ടാലും ചിലപ്പം തോന്നും ഉപ്പില്ലാന്ന്. എന്നും പറഞ്ഞ് ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട, കുറച്ചിട്ട് നോക്കുക. എന്നിട്ട് വെന്ത് കഴിയുമ്പം ടേസ്റ്റ് നോക്കുക. എന്നിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി കുറച്ചും കൂടെ ഞാൻ ഇടുവാണ്. ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം അതിന് ഉപ്പുണ്ടോയെന്ന്. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് വേകും. അടച്ചു വെച്ചാൽ ചിലപ്പം കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ചു വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുക കേട്ടെ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ഇതാ നോക്കൂ, ക്യാപ്സിക്കത്തിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദാ ഇതിൽ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും മൂടി വയ്ക്കേണ്ട, കുറച്ച് സമയം മതി. ഒരുപാട് സമയം മൂടി വെച്ചിരുന്നാൽ അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് വേഗം മാത്രം ഒന്ന് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരുപാട് വേകേണ്ട കാര്യമൊന്നുമില്ല. ക്യാപ്സിക്കം നമ്മൾ പച്ചയ്ക്കും കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അത്ര സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ദാ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ദാ നോക്കൂ, അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
എല്ലാവരും എല്ലാവരുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കുക. ഞാനെടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇപ്പം ഇച്ചിരി നന്നായിട്ട് എരിവ് വേണ്ടിയവരാണ് കുറച്ചുകൂടെ കൂടുതൽ കൂട്ടാം. ഇതിപ്പം ഞാനിവിടെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ട് അതിന് എരിവുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് എരിവും ചേർക്കാറില്ല. ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇനി അതൊന്ന് ഇളക്കിയിടണം. ഇപ്പം ഫ്ലെയിം കൂട്ടി വെച്ചോളൂ, കുഴപ്പമില്ല. നന്നായിട്ട് കൂട്ടി വെച്ചോളൂ. ഇട്ടിട്ട് എങ്ങും പോകാൻ പാടില്ല. ഞാനൊരു കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇളക്കി നമുക്ക് ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്ര എളുപ്പമാണ് നമുക്ക് ഈ മെഴുക്ക് പുരട്ടി വയ്ക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാധാരണ ഇത്രയും ടൈം പോലും എടുക്കത്തില്ല. ഇതിപ്പം ഇങ്ങനെ ഓരോന്ന് കാണിച്ച് തരേണ്ടത് കൊണ്ട്, വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് എനിക്ക് എക്സ്ട്രാ ടൈം വേണ്ടി വന്നത്. ഇല്ല, എനിക്ക് വേഗം ആകും. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണിത്. നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.